മലയാളികൾ ഫുട്ബോളിനെ പോലെ തന്നെ ക്രിക്കറ്റിനെയും നെഞ്ചിലേറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണാൻ കോഴിക്കോട് ബീച്ചിലും മാളുകളിലും തടിച്ചുകൂട്ടുന്ന ജനക്കൂട്ടം ഇതിന് വ്യക്തമായ തെളിവാണ്. ഈ ആവേശം കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഓർമ്മയുണ്ട്. നമുക്കും സ്വന്തമായി ഒരു IPL ടീം ഉണ്ടായിരുന്നു എന്നത്. 2011 മാത്രം കളിമുറ്റത്ത് കണ്ട ആ കൊച്ചി ടസ്കേഴ്സ് കേരളയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. കൊച്ചി ടസ്കേഴ്സിന്റെ തുടക്കം തന്നെ വലിയൊരു അമ്പരപ്പായിരുന്നു. 2010 ലേലത്തിൽ സഹാറ ഗ്രൂപ്പിന് പിന്നാലെ രണ്ടാമത്തെ ഉയർന്ന തുകക്ക് കൊച്ചി ഫ്രാഞ്ചൈസി സ്വന്തമാക്കിയത് കേട്ടുകേൾവി പോലുമില്ലാത്ത ചില കമ്പനികളായിരുന്നു. ഉടമകളുടെ പട്ടികയിൽ ഒരു മലയാളി പേര് പോലും ഇല്ലാതിരുന്നത് അന്നേ സംശയങ്ങൾക്കിട നൽകി. ശശി തരൂരിന്റെ ഇടപെടലാണ് ടീമിനെ കേരളത്തിലെത്തിച്ചതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടക്കം മുതലേ ടീമിനെ വേട്ടയാടിയിരുന്നു. ടീമിന്റെ പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇന്നും ആരാധകർ മറന്നിട്ടുണ്ടാകില്ല. ഇന്ത്യ കമാൻഡോസ് എന്ന തീരെ യോജിപ്പില്ലാത്തൊരു പേരിൽ നിന്നും കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കൊച്ചി ടസ്കേഴ്സ് എന്ന മനോഹരമായ പേരിട്ടത്. കൊച്ചി കോർപ്പറേഷനുമായുള്ള ടാക്സ് തർക്കങ്ങളും ടീമിനെ അഹമ്മദാബാദിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളുമെല്ലാം ആരാധകരെ ശരിക്കും നിരാശപ്പെടുത്തുകയായിരുന്നു. എങ്കിലും കലൂർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ 45,000-ഓളം വരുന്ന കാണികൾ മലയാളികളുടെ ക്രിക്കറ്റ് പ്രേമം വിളിച്ചോതുന്നതായിരുന്നു. 2011 ആദ്യ സീസണിന് ശേഷം BCCI ടീമിനെ പുറത്താക്കാൻ തീരുമാനിച്ചതോടെയാണ് കൊച്ചി ടസ്കേഴ്സിന്റെ കഥ അവസാനിച്ചത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ടീം ഉടമകൾക്കിടയിലെ തീരാത്ത തർക്കങ്ങളായിരുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേണുകളിൽ മാറ്റം വരുത്താൻ BCCI ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും ഉടമകൾക്ക് ഒരൊത്തുതീർപ്പിലെത്താൻ സാധിച്ചില്ലായിരുന്നു. ഓരോരുത്തരും വ്യത്യസ്ത ദിശയിലേക്ക് വഴിതിരിഞ്ഞതോടെ ടീമിന്റെ നിയന്ത്രണം തന്നെ പ്രതിസന്ധിയിലായി.